പ്രിയപ്പെട്ട കുട്ടികളെ, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 3 മൊഡ്യൂളിൽ നമ്മളെടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലിനെ കുറിച്ചും അത് കഴിഞ്ഞ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ എടുത്തത്. പിന്നീട് നമ്മളത് കഴിഞ്ഞിട്ട് ഡെൻസിറ്റി കാൽക്കുലേഷനും അതേപോലെ പാക്കിംഗ് എഫിഷ്യൻസിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഈ ഒരു 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചില ടോപ്പിക്കുകൾ, ആദ്യം വരുന്നത് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് ഓർ ക്രിസ്റ്റൽ ഡിഫെക്ട്സ് എന്നുള്ളത്. എന്തായിരിക്കും ഇംപെർഫെക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് ഓർഡർലി അറേഞ്ച്മെൻറ്റ്, ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ക്രിസ്റ്റൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ കുറേയൊക്കെ ഡീവിയേഷൻസ് കാണാൻ പറ്റും. ആ ഡീവിയേഷനെ നമ്മൾ ഓർഡർലി അറേഞ്ച്മെൻറ്റിലുള്ള ഡീവിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപെർഫെക്ഷൻ ഓർ ഡിഫെക്ട്സ് ഇൻ സോളിഡ്സ്. അപ്പോൾ എന്താ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് ഡു നോട്ട് എക്സിസ്റ്റ്, ഈവൻ ദ ബെസ്റ്റ് ക്രിസ്റ്റൽസ് ഹാവ് ഡിഫെക്ട്സ്. എന്തെങ്കിലും തരത്തിൽ ഡീവിയേഷൻ ഉണ്ടാവും. ഡിഫെക്ട്സ് ആർ ഇംപെർഫെക്ഷൻ ഇൻ ദി റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺ. അതിലുള്ള ആ ഇംപെർഫെക്ഷന് ഇനി 2 തരത്തിലുണ്ട്. ഒന്ന് പോയിൻ്റ് ഡിഫെക്റ്റും, രണ്ടാമത്തത് ലൈൻ ഡിഫെക്റ്റും. എന്താണ് ഈ പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അതിൻ്റെ പാർട്ടിക്കിള്, കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിള് ആറ്റാകാം, അയോണാകാം, മോളിക്യൂളാകാം. ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫെക്ട്സിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഡിഫെക്റ്റ്. അതേസമയം ലൈൻ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫെക്റ്റ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഡിഫെക്റ്റ്. ഒന്ന് നോക്കുക, ഒന്ന് വായിച്ചു നോക്കൂ എന്തൊക്കെയുള്ള പോയിൻ്റ് ഡിഫെക്റ്റ്. ദ ഇംപെർഫെക്ഷൻ അറൗണ്ട് എ പോയിൻ്റ്, അതായത് അൻ ആറ്റം ഇൻ എ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് ടേംഡ് ആസ് പോയിൻ്റ് ഡിഫെക്റ്റ്. ദെൻ ഇംപെർഫെക്ഷൻ അറൗണ്ട് എ പോയിന്റ്, അതാണ് പോയിന്റ് ഡിഫെക്റ്റ്. എന്താ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇംപെർഫെക്ഷൻ അലോങ് എ റോ ഈസ് ടേംഡ് ആസ് ലൈൻ ഡിഫെക്റ്റ്. ഒരു റോ മൊത്തമായിട്ടൊക്കെ ഡിസപ്പിയർ ആവുന്നതൊക്കെ അങ്ങനെയൊക്കെ കേസ് വരുമ്പോൾ അത് ലൈൻ ഡിഫെക്റ്റ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ചാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഡിഫെക്റ്റ് 3 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്, ദെൻ അതേസമയം രണ്ടാമത്തെ നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്, മൂന്നാമത്തെ ഇമ്പ്യൂരിറ്റി ഡിഫെക്റ്റ്. നമുക്കൊന്ന് വിശദാക്കാം എന്താണ് ഈ സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നോക്ക്, സോഡിയം ക്ലോറൈഡ് NaCl. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇതിൽ Na+ ഉണ്ട്, Cl- ഉണ്ട്. നമ്മളൊരു ക്രിസ്റ്റൽ അസ്യൂം ചെയ്യാം, അവിടെ 100 Na+ ഉണ്ടെങ്കിൽ 100 Cl- ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:1 റേഷ്യോയിലാണ് ഇവിടെ ഉള്ളത്, 1:1. നമ്മളിതിലൊരു ഡിഫെക്റ്റ് വരികയാണ്. എങ്ങനെ ഡിഫെക്റ്റ് വരുന്നത്? ഒരു Na+ അവിടുന്ന് ഡിസപ്പിയർ ആവുകയാണ്. അപ്പോൾ 99 Na+, Cl- ഡിസപ്പിയർ ആയി വിചാരിക്കുക. അപ്പോൾ അതും എത്രയാണ്? 99. സോ ഇതിലൊരു ഡിഫെക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഡിഫെക്റ്റ് വന്നെങ്കിലും റേഷ്യോ 1:1 തന്നെയാണ്. ഈ സ്റ്റോഷ്യോമെട്രിക് റേഷ്യോക്ക് മാറ്റല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ്, അതിനെ പറയുന്ന പേരാണ് നമ്മൾ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്റ്റ്. ക്ലിയർ ആണോ പറയുന്നത്? NaCl 1:1 റേഷ്യോ ആണുള്ളത്. ദെൻ ഇതിൽ ഡിഫെക്റ്റ് വന്നു 100 എന്നുള്ളിൽ ഡിഫെക്റ്റ് വന്നു 99:99 ആയി. ദെൻ പക്ഷേ റേഷ്യോ സെയിം ആണ്. ഇതിനെ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്റ്റ് എന്ന് വിളിക്കാം. വേറെ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂട്ടോ, സിങ്ക് ഓക്സൈഡ്. ഈ സിങ്ക് ഓക്സൈഡ് സ്ട്രക്ചർ ഇതിലും 1:1 റേഷ്യോ ആണ്. എന്താവട്ടെ, ഇവിടെ 100 സിങ്ക് ഉണ്ട്, 100 ഓക്സിജനും ഉണ്ട്, 100 ഓക്സിജൻ. ഇതാണ് അതിൻ്റെ ക്രിസ്റ്റലെങ്കിൽ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇവിടെ ഒരു ഡിഫെക്റ്റ് വരികയാണ്, ഓക്സിജൻ മാത്രം ഒന്ന് പോകുന്നു വിചാരിക്കുക. പക്ഷെ സിങ്ക് 100 ഉണ്ട്. ഇവിടെ ഡിഫെക്റ്റ് വന്നു. ആ റേഷ്യോ ഇനി 1:1 റേഷ്യോ ആണോ? ഇനി അല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇവിടെ ഡിഫെക്റ്റ് വന്നപ്പോൾ റേഷ്യോക്ക് മാറ്റുണ്ട്, നമ്മൾ അതിനെ പറയും നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്റ്റ് എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്റ്റ്. ഇനി ഇമ്പ്യൂരിറ്റി ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പുറത്തുനിന്നുള്ളൊരു ഇമ്പ്യൂരിറ്റി വരികയാണ്, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫെക്റ്റ്. ക്ലിയർ ആണോ ഈ പറയുന്നത്? പോയിന്റ് ഡിഫെക്റ്റ് 3 സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്, നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്, മൂന്നാമത്തത് ഇമ്പ്യൂരിറ്റി ഡിഫെക്റ്റ്. ഇനി ഓരോന്നും നമുക്ക് നോക്കൂ. ആദ്യം സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ് ആണ് ആദ്യം പഠിക്കുന്നത്. ഈ സ്റ്റോഷ്യോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ് ദർ ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫെക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ തെർമോഡൈനാമിക് ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഡിഫെക്റ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫെക്റ്റ്. അതന്നെ 2 രൂപത്തിലുണ്ട്. നോക്കൂ, ഏതാ ഇപ്പോൾ 2 സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്റ്റ് തന്നെ 2 രൂപത്തിൽ. അതിൽ ദെൻ ഇവിടെ നോക്കൂ, ഇതിൽ
പാർട്ടിക്കിൾസ് 2 സ്പേസിൽ പാർട്ടിക്കിൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോൺ അയോണിക് ക്രിസ്റ്റൽസിലാണ് ഈ ഡിഫക്റ്റ് നമ്മൾ പറയുന്നത്. അവിടെ 2 സ്പേസിൽ ആറ്റംസ് പോയിട്ടുണ്ട്. ആ വൈറ്റ് കളറിൽ കാണുന്ന അവിടെ ആറ്റംസ് ഇല്ല. അപ്പോൾ അതൊരു വാക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ്. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. വെൻ സം ഓഫ് ദി ലാറ്റിസ് സൈറ്റ്സ് ആർ വാക്കൻറ്റ് ദ ക്രിസ്റ്റൽ ഈസ് സെറ്റ് ടു ഹാവ് വാക്കൻസി ഡിഫക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ഇപ്പോൾ ഒരു മെഗ്നീഷ്യം, ഇപ്പം നമ്മൾ ഇവിടെ ഒരു മെഗ്നീഷ്യം ഷീറ്റ് എടുത്തു. അതിൽ കുറേ മെഗ്നീഷ്യം ആറ്റംസ് ഉണ്ട്. 2, 3, 10, 20 മെഗ്നീഷ്യം അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അതൊരു ഡിഫക്റ്റാണ്. പക്ഷെ അതെന്ന് വിചാരിച്ചാൽ മെഗ്നീഷ്യം ഇതിനൊക്കെ മെറ്റലിൻ്റെ സ്റ്റോഷിയോമെട്രിയോടെ ബാധിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ്. ഈ വാക്കൻസി ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൽ ആറ്റംസ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞാൽ മാസ് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോള്യാണ്. അപ്പോൾ മാസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വോള്യം അതേപോലെ പഴയ പോലെ ഉണ്ട്, അപ്പോൾ ഡെൻസിറ്റി കുറയും. സോ വാക്കൻസി ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? അത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ 1ാമത്തെ ടൈപ്പാണ് വാക്കൻസി ഡിഫക്റ്റ്. ഇനി 2ാമത്തെ ടൈപ്പ് നോക്കൂട്ടോ, ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. എന്താ ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്? ആ പിക്ചറിൽ ക്ലിയർ ആണ്. അവിടെ ചില ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ചില പാർട്ടിക്കിൾസ് എക്സ്ട്രാ ചെന്നിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസ് സ്വാഭാവികമായിട്ടും ആ ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മാസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോള്യം പഴയ തന്നെ ആയിരിക്കും, അപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വാക്കൻസി ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറഞ്ഞു, പക്ഷേ ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നോക്കൂ, ദെൻ വെൻ സം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ആൻ ഇൻഡർസ്റ്റീഷ്യൽ site, the crystal is said to have എന്താണുള്ളത്? interstitial defect. This defect increases density of the solid. Okay, clear ആണല്ലോ? അത് interstitial defect. ഇനിയും ഇപ്പോൾ ഈ വാക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും നമ്മളെവിടെ പഠിച്ച്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിലുള്ള 2 ടൈപ്പാണ്. ഇത് നോൺ അയോണിക് സോളിഡിലാണ് നമ്മൾ ഈ 2 പഠിച്ചത്. ഇനി അയോണിക് സോളിഡിലാവുമ്പോഴേക്ക് അതിൻ്റെ പേര് മാറ്റുന്നുണ്ട് നമ്മൾ. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും. ആ പേരുകൾ ശ്രദ്ധിക്കണേ. ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം വരുന്ന ചോദ്യമാണ്. എന്താ ഈ ഷോർട്ട് കീ ഡിഫക്റ്റ്? ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. നോക്കൂ ആ പിക്ചറിലേക്ക്. എന്തൊക്കെയാണ് ആ പിക്ചറിലുള്ളത്? ഇത്രയേ ഉള്ളൂ. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഈക്വൽ ആയിട്ട് നമ്മളെ ക്രിസ്റ്റൽ ലാറ്റിസ് നിന്ന് ഡിസപ്പിയർ ആവും. ഓക്കെ, അടുത്ത പിക്ചറിൽ ഒന്നും കൂടി ക്ലിയർ ആവും. അവിടെ നോക്കൂ നിങ്ങൾ, ഒരു Na+ പോയിട്ടുണ്ട്, അതേപോലെ Cl- പോയിട്ടുണ്ട്. ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ആർ മിസ്സിംഗ് ഫ്രം ദെയർ എവിടുന്നാണ്? ലാറ്റിസ് സൈറ്റ്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് പ്രശ്നം വരുമോ? ഇല്ല. അപ്പോൾ നോക്ക്, നമ്മളൊരു ക്രിസ്റ്റലിൽ പ്ലസ് മൈനസ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട് വിചാരിക്കും. ഇത് അറേഞ്ച്മെന്റ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ. ഇതിലിപ്പോൾ ഇവിടുന്നൊരു ഇതിനൊക്കെ പ്ലസ് പോകുന്നു, ഇവിടുന്നൊരു മൈനസ് പോകുന്നു. ഈ 2 സ്പേസും വേക്കൻ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് പോയി കഴിഞ്ഞാൽ ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇനി വേറെ എന്തൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുക? ഇവിടെ നോക്കൂ, ഇവിടെ മാസ് ഉറപ്പല്ലേ കുറയും എന്നുള്ളത്. മാസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കുറയും. സോ ദെൻ ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതേപോലെ വേറെന്താണ്? ഇത് ആക്ച്വലി നേരത്തെ നോൺ അയോണിക് സോളിഡിൽ പഠിച്ച വാക്കൻസി ഡിഫക്റ്റിനെ പോലല്ലേ നമ്മളിതിനെ പറയാം? വാക്കൻസി ഡിഫക്റ്റിനെ പോലെ. ഓക്കെ, അപ്പോൾ നോക്ക് എന്തൊക്കെ അതിൽ ഷോർട്ട് കീ ഡിഫക്റ്റിൽ പഠിക്കേണ്ട പോയിന്റ്, ഓരോന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഇറ്റ് ഈസ് ബേസിക്കലി എ വാക്കൻസി ഡിഫക്റ്റ്. 2ാമത്തെ പോയിന്റ്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ലാറ്റിസ് സൈറ്റ്. ഈക്വൽ നമ്പർ മിസ്സാവുന്നതുകൊണ്ടാണ് വരുന്നത്. 3ാമത്തെ, ഇറ്റ് ഈസ് ഷോൺ ബൈ അയോണിക് ക്രിസ്റ്റൽ ഇൻ വിച്ച് ആനയോണിക് ആൻഡ് കാറ്റയോണിക് സൈഡ്സ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. സിമിലർ സൈസുള്ള കാറ്റയോണും ആനയോണും വരുമ്പോഴാണ് ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. അടുത്ത് എക്സാമ്പിൾ ശ്രദ്ധിക്കണം. NaCl, KCl, അതേപോലെ സീഷ്യം ക്ലോറൈഡ്, അതേപോലെ സിൽവർ ബ്രോമൈഡ്. ആ സിൽവർ ബ്രോമൈഡ് റെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അടുത്ത് ഡ്യൂ ടു ദിസ് ഡിഫക്റ്റ് ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റിൽ? ഇറ്റ് ഈസ് ആക്ച്വലി എ വാക്കൻസി ഡിഫക്റ്റ്. ഇറ്റ് ഈസ് done due to missing of equal number of positive and negative ion from their lattice site. പിന്നെ ഈക്വൽ സൈസ് ഓഫ് കാറ്റയോണും ആനയോണും ഉള്ള ക്രിസ്റ്റലിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് വരിക. പിന്നെ അതേപോലെ എക്സാമ്പിളുകൾ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, അടുത്ത് നോക്കൂ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റ്.
എന്താ ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നുള്ളത്? ആ പിക്ചർ നോക്കൂ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പിക്ചർ കണ്ടിട്ട്? അവിടെ ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ അതൊന്ന് വരച്ചിട്ട് ഇങ്ങനെ കാണിക്കാം എളുപ്പത്തിന്. ഇവിടെ നോക്കൂട്ടോ, ഇവിടെ നമ്മൾ ഓക്കെ മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. ഫ്രങ്കൽ ഡിഫക്റ്റിൽ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ കാറ്റയോണും ആനയോണും സൈസിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഇത് സാധാരണ കാണിക്കുക. സാധാരണ ചെറിയ അയോണ് കാറ്റയോൺ ആയിരിക്കും. ഓക്കെ, കാറ്റയോൺ നമ്മൾ പഠിച്ചതാണത്. ഈ കാറ്റയോണ് ചില അയോൺസ് അതിൻ്റെ ആക്ച്വൽ സൈറ്റിൽ നിന്ന് അവിടുന്ന് മാറിയിട്ട് ഈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വരും. ഇതൊരു ഡിഫക്റ്റ് ആണ്, പക്ഷെ മാസിൽ മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഡെൻസിറ്റിക്ക് ഇവിടെ മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ എന്താ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് അല്ല, മിസ്പ്ലേസിങ് ആണ്. ഫ്രം ലാറ്റിസ് സൈറ്റ് ടു എങ്ങോട്ടാണ്? ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അത് സാധാരണ കാറ്റയോൺ ആണ് അങ്ങനെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഇതേപോലെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റ് നമ്മളൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. അവിടെ AgCl കാണാൻ പറ്റും. ഒരു Ag പ്ലസ് ആക്ച്വൽ സ്പേസിൽ നിന്ന് പോയിട്ട് അപ്പുറത്തൊരു ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ പോയി നിൽക്കുകയാണ്. ഇനി എന്താണപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്തൊക്കെയുള്ളത്? ഇറ്റ് അറൈസസ് ഡ്യൂ ടു മിസ്പ്ലേസിംഗ് ഓഫ് അൻ അയോൺ, ജനറലി എ കാറ്റയോൺ, ഫ്രം ദി ലാറ്റിസ് സൈറ്റ് ടു എങ്ങോട്ടാണ്? ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. ഇറ്റ് ഓൾസോ കോൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഡിസ്ലൊക്കേഷൻ ആണ്, അതുകൊണ്ട് ഇതിന് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ ഈ ഒരു ഭാഗത്തൊരു വാക്കൻസി ഉണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ ആൾ വന്നു. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച വാക്കൻസി ഡിഫക്റ്റും ഉണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും കൂടി ഉണ്ട്. മനസ്സിലായില്ല? ഇവിടെ ഒരു സ്പേസ് വാക്കൻ്റ് ആണ്, അപ്പോൾ വാക്കൻസി ഡിഫക്റ്റ് ഉണ്ട്. ഇവിടേക്ക് വന്നിട്ടുണ്ട് ഒരാൾ എക്സ്ട്രാ, അപ്പോൾ അതുകൊണ്ട് വാക്കൻസി ഡിഫക്റ്റും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും കൂടി ഇതിലുണ്ട്. അതേപോലെ ഇതിനെ വിളിക്കുന്ന വേറെ പേരാണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. പിന്നെന്താ പറഞ്ഞത്? ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ് ഇൻ വിച്ച് ദർ ഇസ് ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് അയോൺസ്. അപ്പോഴാണ് കാറ്റയോൺ ചെറുതാവുമ്പോഴാണ് ഈ ആനയോണൊക്കെ വരുന്ന ഗ്യാപ്പിലേക്ക് ഇയാൾക്ക് വന്നിരിക്കാൻ പറ്റുക. സൈസിൽ ഡിഫറൻസ് വേണം. എക്സാമ്പിൾ ശ്രദ്ധിക്ക്, സിങ്ക് സൾഫൈഡ് AgCl, AgBr, AgI. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ AgBr ഇവിടെ റെഡിങ് കൊടുത്തത് എന്താ കാരണം അറിയാം? നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് സിൽവർ ബ്രോമൈഡ്. അത് എക്സാമിന് ചോദിക്കലുണ്ട്. ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ സിൽവർ ബ്രോമൈഡ്. അടുത്തത്, ദിസ് ഡിഫക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്. നമ്മൾ പറഞ്ഞല്ലേ, അത് ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി റിമെയിൻസ് ദ സെയിം. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ നോക്ക്, നമ്മളെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അയോണിക് സോളിഡിൽ രണ്ടെണ്ണമാണ്, ഷോർട്ട് കീയും ഫ്രങ്കലും. ആ ഡിഫക്ട്സിന് ഒക്കെ ഡിഫറൻസസ് നമ്മൾ ഇതേപോലെ എഴുതി പഠിച്ചോണം. ഓക്കെ, ഒന്ന് ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്പ്ലേസിംഗ് ഓഫ് സം അയോൺ, യൂഷ്വലി കാറ്റയോൺ, ഫ്രം ലാറ്റിസ് സൈറ്റ് ടു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. പിന്നെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി റിമെയിൻസ് ദ സെയിം. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് ആരാണ്? ആൾമോസ്റ്റ് സിമിലർ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺസ് ഉണ്ടെങ്കിൽ. ഫ്രങ്കൽ ഡിഫക്റ്റിൽ ആരാ കാണിക്കുന്നത്? ഓക്കെ, അവിടെ കാറ്റയോണും ആനയോണും സൈസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, എന്നിട്ട് അതിന് എക്സാമ്പിൾ കൂടി പഠിക്കുക. രണ്ട് ഷോർട്ട് കീയും ഫ്രങ്കലും കാണിക്കുന്ന ക്രിസ്റ്റലിന് ഏതാ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത്? സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്ത പാർട്ട് ഏതാണ്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. എന്തായിരുന്നു നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിരുന്നത്? ആ റേഷ്യോയെ മാറ്റം വരുത്തും. സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ മാറ്റം ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ നോക്കൂട്ടോ, നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് ഇതന്നെ ആയിക്കോട്ടെ, വെറുതെ ഒരു എക്സാമ്പിൾ, Na+ഉം Cl-ഉം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1:1 റേഷ്യോ ആണെന്നുള്ളത്. ഈ 1:1 റേഷ്യോ ഇവിടെ 100 Na+ ഉണ്ട്, 100 Cl- ഉണ്ട്. വെറുതെ നമ്മൾ അസ്യൂം ചെയ്യാം. നമ്മൾ ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ട് രൂപത്തിലാക്കി മാറ്റുകയാണ്. ഒന്ന് എക്സസ് ഓഫ് കാറ്റയോൺ വരാം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് കാറ്റയോൺ വരാം. ഒന്നെങ്കിൽ കാറ്റയോണിൻ്റെ എണ്ണം കൂടാം, അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ എണ്ണം എന്ത് ചെയ്യാം? കുറയാം. ഓക്കെ, നോക്കൂ അതെങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുള്ളൂ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഒന്നാമത്തത്. ഈ മെറ്റലിൻ്റെ എണ്ണം കൂടാൻ എന്താ മാർഗം? നിങ്ങൾ പറ, മെറ്റലിൻ്റെ എണ്ണം കൂടാൻ എന്താ മാർഗം? ഒന്നെങ്കിൽ ഒരു എക്സ്ട്രാ മെറ്റൽ വന്നാൽ മതി. മനസ്സിലായില്ല? ഇതിലേക്കൊരു Na+ കൂടി വന്നാൽ മതി ഇടൂ. അപ്പോൾ 101:100 എന്നാവൂലേ?
അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ആനയോൺ ഇവിടുന്ന് പോയാലും മതി. 100:99. മനസ്സിലായില്ല പറയുന്നത്? മെറ്റലിൻ്റെ എണ്ണം കൂടാൻ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒന്നെങ്കിൽ എക്സ്ട്രാ മെറ്റൽ ഇവിടെ വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആനയോൺ വേക്കൻസി. നോക്കിക്കോ, അത് ജസ്റ്റ് ഒന്ന് പറയുന്നു. ഒന്നെങ്കിൽ ആനയോൺ വേക്കൻസീസ് വരാം, അല്ലെങ്കിൽ എന്താണ്, എക്സസ് കാറ്റയോൺ വരാം. ക്ലിയർ അല്ലേ അത്? രണ്ടാമത്തത്, മെറ്റലിൻ്റെ എണ്ണം കുറയാം. മെറ്റലിൻ്റെ എണ്ണം ഡെഫിഷ്യൻറ്റ്. എങ്ങനെ ഇതിൻ്റെ മെറ്റലിൻ്റെ എണ്ണം കുറയാം? ഈ മെറ്റലിൻ്റെ എണ്ണം കുറയാനുള്ള മാർഗം എന്താ? ഒന്നെങ്കിൽ ഈ മെറ്റൽ ഇവിടുന്ന് പോവാം, ഒരു കാറ്റയോൺ വേക്കൻസി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആനയോൺ എക്സ്ട്രാ വരാം. ക്ലിയർ ആവുന്നുണ്ടോ? അത് മെറ്റൽ ഡെഫിഷ്യൻസിക്ക് നമ്മൾ രണ്ട് കാരണങ്ങളാണ്. നമ്പർ ഓഫ് കാറ്റയോൺസ് കുറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ട്രാ ആനയോൺ വരിക. കാറ്റയോൺ വേക്കൻസീസും ഉണ്ട്, എക്സസ് ആനയോൺ ഉണ്ട്. പക്ഷെ ആ എക്സസ് ആനയോൺ എന്നുള്ളത് കാര്യമായിട്ട് നമ്മൾ കാണൂല, നമ്മളത് വല്ലാതെ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. നമ്മൾ അതിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ടൈപ്പ് നോക്കൂ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു, നമ്മളെങ്ങനെയാണ് പറഞ്ഞത്, ആനയോൺ വേക്കൻസി എന്നല്ലേ പറയുന്നത്. ആ ആനയോൺ വേക്കൻസി നമ്മളൊരു എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. നോക്കൂട്ടോ, സോഡിയം ക്ലോറൈഡ് NaCl തന്നെ ആയിക്കോട്ടെ. ഈ NaCl എന്തൊക്കെയുള്ളത്? Na+Cl-, Na+Cl-. ഇത് ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ക്രിസ്റ്റലാണ്. ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ക്രിസ്റ്റൽ Na+Cl-, Na+Cl-. നമ്മൾ ഈ സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പറായിട്ട് ചൂടാക്കുകയാണെങ്കിൽ എന്തായിട്ടാണ് ചൂടാക്കുന്നത്? സോഡിയം വേപ്പർ. ആ സോഡിയം വേപ്പർ ഇവിടെ സർഫസിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പം അന്നേരം അകത്തുള്ള Cl- ഒരു താല്പര്യം ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ എന്നുള്ളത്. അപ്പോൾ ഇയാൾ പുറത്തേക്ക് ഇവിടേക്ക് പോകും, ഇയാളായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഇയാൾ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ Na+നെ പറ്റുള്ളൂ. ഇയാൾ പോസിറ്റീവ് അയോണായി മാറും. അയാൾ ആ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് തന്നെ വിട്ടുകൊടുക്കും. എവിടേക്ക്? ആ ആനയോൺ പോയ ഭാഗത്തേക്ക് വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ആനയോൺ ഇവിടുന്ന് ഒന്ന് കുറഞ്ഞു, മെറ്റലിന്റെ എണ്ണം കൂടി. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. എങ്ങനെ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തത്? ഇവിടുന്നുള്ള ഇലക്ട്രോൺ, എക്സ്ട്രാ ഇലക്ട്രോൺ ആ ആനയോൺ വേക്കൻസിയിൽ വന്നിരിക്കുന്നുണ്ട്. ആ ആനയോൺ വേക്കൻസിയിൽ വന്നിരിക്കുന്ന ഇലക്ട്രോൺ നമ്മൾ പേര് പറയും എഫ് സെന്റർ എന്ന് പറയും. ഫാബ് സെന്റർ എന്നൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ് എഫ് സെന്റർ. കളറിന് കാരണം ഈ ഇലക്ട്രോൺ ലൈറ്റ് അബ്സോർബ് ചെയ്യും വിസിബിൾ റീജിയണിന്. അപ്പോൾ അത് NaCl ഒരു കളർ കൊടുക്കും. NaCl സോഡിയത്തിൻ്റെ പ്രസൻസിൽ, സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ചൂടാക്കിയാൽ യെല്ലോ കളറാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ്? അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നോക്ക്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. എങ്ങനെ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആ ആനയോൺ വേക്കൻസിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് ഫാബ് സെന്റർ. ഹിയർ സം ഓഫ് ദി ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ് സൈറ്റ്. നോക്കുക അടുത്തത്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഒക്യുപ്പൈങ് ഇലക്ട്രോൺസ് ഇൻ ദി ആനയോണിക് സൈറ്റ്. Okay, then these electrons are called F centers because they give color to the crystal. ക്ലിയർ ആണോ പറയുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. എങ്ങനെ ഇപ്പോൾ പറഞ്ഞത്? Some of the anionic sites are vacant. Electrical neutrality is maintained by electron in the anion vacancy. That electron is called F center. എന്താ കാരണം? എന്താ അത്? കളറിന് കാരണമാവുന്നുള്ളത്. അപ്പോൾ ഏതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. എൻ എക്സാമ്പിൾ ഏതാ കൊടുക്കുന്നു ശ്രദ്ധിക്കും കേട്ടോ. നോക്കൂ, ദിസ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ ആൽക്കലി മെറ്റൽ ഹാലൈഡ്. എന്നിട്ട് NaCl is heated in an atmosphere of sodium vapor. ആ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞതാണ്. സോഡിയം വേപ്പർ മുകളിൽ വരും, അപ്പോൾ താഴെ Cl- അങ്ങോട്ട് പോവും. ആ Cl- Na+-നായിട്ടേ ബോണ്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺ ഇവിടെ ദെൻ ആനയോൺ വേക്കൻസിയിൽ വന്നിരിക്കും. അതിനാണ് നമ്മൾ എഫ് സെന്റർ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ യെല്ലോ കളർ കിട്ടും. നോക്കൂ, സോഡിയം ക്ലോറൈഡ് സോഡിയത്തിൻ്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ യെല്ലോ കളർ. ഇതേ സാധനം തന്നെയാണ് ലിഥിയം ക്ലോറൈഡ്. ലിഥിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലിഥിയം ക്ലോറൈഡ് ലിഥിയത്തിൻ്റെ പ്രസൻസിൽ ചൂടാക്കി കഴിഞ്ഞാൽ പിങ്ക് കളർ. എന്തായാലും റീസൺ എന്താണ്? എഫ് സെന്റർ ആണ്, അല്ലെങ്കിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി ആണ്. അടുത്ത്, എക്സസ് ഓഫ് പൊട്ടാസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് എന്താണ്? വയലറ്റ് ഓർ ലൈലാക് കളർ കിട്ടും. ക്ലിയർ ആണോ അത്? ദെൻ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ പ്രസൻസിൽ, പൊട്ടാസ്യത്തിന്റെ പ്രസൻസിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ കളർ? എന്താണ്? വയലറ്റ് അല്ലെങ്കിൽ ലൈലാക് കളർ. അപ്പം നമ്മൾ ഏതാ പറഞ്ഞത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോണാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, എക്സ്ട്രാ കാറ്റയോൺ. എങ്ങനെ ഇപ്പോൾ എക്സ്ട്രാ കാറ്റയോൺ?
അവിടെ ഒരു ഇതന്നൊക്കെ അവിടെ വരച്ചത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, എ പ്ലസ് ബി മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ദെൻ എ പ്ലസ് ബി മൈനസ് തന്നെ ആയിക്കോട്ടെ, എ പ്ലസ് ബി മൈനസ്. ഇവിടെ ഇനി ബി മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ഇങ്ങനെ ഉണ്ട് വിചാരിക്കും. ദെൻ എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി മൈനസ്. ഇവിടെ ശ്രദ്ധിക്കും, ഇതിലേക്ക് നമ്മളൊരു ഒരു ഗ്യാപ്പിലേക്ക് ഒരു എ പ്ലസ് അയോൺ വരികയാണ്, കാറ്റയോണിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കൃത്യമാവണ്ടേ? അല്ലെങ്കിൽ ഇവിടെ പ്ലസ് 1 2 3 4 5 6 പ്ലസും 6 മൈനസും ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്ലസ് എക്സ്ട്രാ വന്നില്ലേ, അത് ക്യാൻസൽ ചെയ്യാൻ എന്താ ചെയ്യുക? അടുത്ത ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒരു ഇലക്ട്രോണും ഉണ്ടാവും അടുത്ത സ്ഥലത്ത്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇയാളും കളറിന് കാരണമാവും കേട്ടോ, കളറിന് കാരണമാണ്. പക്ഷേ ഇതിനെന്ത് വിളിക്കൂല നമ്മൾ? എഫ് സെൻറ്റർ എന്ന് വിളിക്കൂല. എഫ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആനയോൺ വാക്കൻസിയിൽ വന്നിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, അല്ല. ഒരു എക്സാമ്പിൾ നോക്കൂട്ടോ, അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ആദ്യം വായിക്കാം. ഹിയർ സം കാറ്റയോൺസ് ഒക്യുപ്പൈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഒക്യുപ്പൈങ് സം ഇലക്ട്രോൺസ് ഇൻ അഡ്ജസൻറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ക്ലിയർ അല്ലേ? അത് സിങ്ക് ഓക്സൈഡ്, അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. സിങ്ക് ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ഈ ക്രിസ്റ്റൽ വൈറ്റ് ആണ് കളറ്. നമ്മൾ ഇയാളെ ചൂടാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ അതൊന്ന് ഞാൻ ഇവിടെ എഴുതാം. സിങ്ക് 2+ ഹാഫ് O2+ ഓക്കെ, ദെൻ ഇലക്ട്രോൺ ഉണ്ടാവും, 2 ഇലക്ട്രോണും ഉണ്ടാവും. ഇവിടെ നോക്കൂട്ടോ, ഈ സിങ്ക് 2+ ദെൻ ഓക്കെ O2- ആണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി ഈ സിങ്ക് 2+ എന്താ സംഭവിക്കാറ്? ചൂടാക്കും, സിങ്ക് ഓക്സൈഡ് ചൂടാക്കുമ്പോൾ ഓക്സിജൻ ഇവിടുന്ന് പുറത്തേക്ക് പോകും സർഫസിന്ന്. അപ്പോൾ സിങ്ക് 2+ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്കുള്ള സ്ഥലത്ത് കയറിയിരിക്കും, ഇലക്ട്രോൺ അപ്പുറത്തെ സ്ഥലത്തും കയറിയിരിക്കും. അപ്പോൾ ഓക്സിജൻ ഇവിടുന്ന് ലെസ്സാണ്, ഓക്സിജൻ ഇവിടുന്ന് പോവും, ഓക്സിജന്റെ എണ്ണം കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഇവിടെ ദെൻ മെറ്റൽ എക്സസ് ആയിട്ട് വരും. ആക്ച്വലി ഈ ലെയറിന്ന് B- ആണ്ട് പോകുന്ന രൂപത്തിൽ. അപ്പോൾ A+ ഇങ്ങോട്ട് കയറി വന്നു, ഇങ്ങോട്ട് താഴേക്ക് വന്നു, ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ദെൻ ഓക്കെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഈ സിങ്ക് ഓക്സൈഡിന് യെല്ലോ കളർ കിട്ടാൻ കാരണതാണ്. സിങ്ക് ഓക്സൈഡ് വെറുതെ ചൂടാക്കിയാൽ യെല്ലോ കളർ കിട്ടും, കാരണം മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. അതേസമയം സോഡിയം ക്ലോറൈഡിന് എപ്പോഴാണ് യെല്ലോ കളർ കിട്ടിയിരുന്നത്? സോഡിയത്തിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോഴേ കിട്ടുള്ളൂ. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ 2 മെറ്റൽ എക്സസ് ഡിഫക്റ്റുകൾ കഴിഞ്ഞു. ഏതൊക്കെയാണ് നോക്കൂ? മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോൺ വേക്കൻസി, അതേപോലെ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. ദെൻ അവിടെ എഴുതിയിട്ടുണ്ട് സിങ്ക് അയോൺസ് നൗ മൂവ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആൻഡ് ഇലക്ട്രോൺസ് ടു ദി നൈബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. എന്താണ് ഈ മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. ഇത് സാധാരണ ഈ ട്രാൻസിഷൻ മെറ്റലിന്റെ കോമ്പൗണ്ടിലാണ് ഇത് കാണാൻ പറ്റുക. ട്രാൻസിഷൻ മെറ്റൽ, ഈ ട്രാൻസിഷൻ മെറ്റൽസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് സാധാരണ വരിക. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു 2 രൂപത്തിൽ മെറ്റൽ ഡെഫിഷ്യൻസി വരാം. ഒന്ന് കാറ്റയോണിൻ്റെ എണ്ണം കുറഞ്ഞിട്ടും പിന്നെ ആനയോൺ എക്സ്ട്രാ വന്നിട്ടും. ഈ ആനയോൺ എക്സ്ട്രാ വരിക എന്ന് പറഞ്ഞാൽ ആനയോൺ സാധാരണ വലിയ സൈസാണ്, അത് ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് കാര്യമായിട്ടൊരു കാരണം എന്തേ ഉള്ളൂ? കാറ്റയോൺ വേക്കൻസിയാണ്. കാറ്റയോൺ വേക്കൻസി. അപ്പോൾ ഈ കാറ്റയോൺ ഇവിടെ നോക്കൂട്ടോ, ഈ A+ ഇവിടുന്ന് പോവാണ്. ഹലോ, ഈ A+ ഇവിടുന്ന് പോവാണ്. അവിടെ എന്താ വന്നത്? ഒരു ഗ്യാപ്പ് വന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? 1 2 3 4 6 A+ ഉള്ളത് ഇപ്പം 5 A+ ആയിട്ട് മാറി. ഓക്കെ, കാറ്റയോണിൻ്റെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അതല്ല. കാറ്റയോൺ പോയാലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം? ഇലക്ട്രോൺ ഒന്നും പറ്റില്ലല്ലോ ഇവിടെ. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ മെത്തേഡ് ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോമ്പൗണ്ടിലേ ഉള്ളൂ. ഇയാൾ പ്ലസിന് പകരം 2+ ആയിട്ട് മാറും. ഹലോ, ഈ A+ ദെൻ A+A2+ ആയിട്ട് മാറും. അപ്പോൾ പിന്നെ കാറ്റയോണിൻ്റെ ചാർജ് ഈക്വൽ ആയിട്ട് മാറി. ഓക്കെ, ദെൻ മെറ്റൽ ഡെഫിഷ്യൻസി ഹിയർ ദ നമ്പർ ഓഫ് കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ നമ്പർ ഓഫ് ആനയോൺസ്. ദിസ് ഈസ് മെയിൻലി അറൈസസ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസീസ്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഈസ് കോമൺലി ഷോൺ ബൈ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. ഒരു എക്സാമ്പിൾ FeO. ആക്ച്വലി FeO നമുക്കിനി പഠിക്കാനുള്ളതാണ്, പ്രോബ്ലത്തിലൊക്കെ വരുന്നുണ്ട്. FeO സാധാരണ ദെൻ ഒരു Feക്ക് ഒരു
ഓക്സിജൻ വേണം എന്നുള്ളതാണ്. പക്ഷെ അത് Fe.95O എന്നാ സാധാരണ കാണിക്കൽ. ഓക്കെ, എന്താ അതിൻ്റെ മീനിങ് എന്താ? ദെൻ ഒരു ഓക്സിജന് 0.95 അയണേ ഉള്ളൂ, അല്ലെങ്കിൽ 100 ഓക്സിജന് 95 Fe2+ ഉള്ളൂ, അല്ലെങ്കിൽ അയണേ ഉള്ളൂ. ബാക്കി 5 എന്താണ്? അവിടുന്ന് മിസ്സിങ് ആണ്. അപ്പോൾ ഇതിനൊക്കെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു എന്താണ്? കാറ്റയോൺ വാക്കൻസി. അപ്പോൾ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ കഴിഞ്ഞു. ഓർമ്മണ്ടോ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ നമ്മൾ ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് പറഞ്ഞു, അതേപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് പറഞ്ഞു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും നിങ്ങൾ പഠിച്ചേക്കാം. ഓക്കെ, ദെൻ അപ്പോൾ അതിൽ ചോദ്യം എങ്ങനെ വരാം? ദെൻ സോഡിയം ക്ലോറൈഡ് സോഡിയത്തിൻ്റെ പ്രോസസ്സിൽ ചൂടാക്കുമ്പോൾ യെല്ലോ കളർ കിട്ടും. എന്താ കാരണം എന്നുള്ളത്? എന്താ കാരണം എന്താണ്? ദെൻ എഫ് സെൻറ്റർ അല്ലെങ്കിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വാക്കൻസി. ആ ഇലക്ട്രോൺ ലൈറ്റ് അബ്സോർബ് ചെയ്യും, കളർ കിട്ടും എന്നുള്ളത്. സിങ്ക് ഓക്സൈഡ് വെറുതെ ചൂടാക്കിയാൽ യെല്ലോ കളർ കിട്ടാൻ കാരണം എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. അവിടെ ഇലക്ട്രോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലുണ്ടാവും, അത് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. എന്താണ് ഈ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്നുള്ളതാണ്? നോക്കിക്കോ, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഒരു എക്സാമ്പിൾ പുറത്തുനിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് വരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ എക്സാമ്പിൾ ക്ലിയർ ആണ് നിങ്ങൾക്ക്. സോഡിയം ക്ലോറൈഡ് ആ ചിത്രം വ്യക്തമല്ലെങ്കിൽ അതൊന്നും കൂടി ഞാൻ വരയ്ക്കാം. Na+Cl- Na+Cl-. ഇത് നമ്മളൊരു സോഡിയം ക്ലോറൈഡിൻ്റെ കറക്റ്റ് ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ക്രിസ്റ്റൽ Na+Cl-, Na+Cl-. നമ്മൾ സോഡിയം ക്ലോറൈഡ് ദെൻ ഓക്കെ കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാണ്. എന്നിട്ട് സോളിഡ് ആവാൻ അനുവദിക്കുമ്പോൾ ഈ സ്ട്രോൺഷ്യം ക്ലോറൈഡ് Sr2+ ആണ് ഇവിടെ ഉള്ളത്. Sr2+. Na+ അയോൺ 2 പോയിട്ട് Na+ അയോൺ 2 സ്പേസിൽ പോയിട്ട് അതിന് പകരം ഒരു സ്ഥലത്ത് ആര് വരും? Sr2+ വരും. ഓക്കെ, കാരണം ചാർജ് അപ്പോൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സൈറ്റ് എന്തായി? വാക്കൻ്റായി. 2 Na+ന് പകരം ഒരു Sr2+. അപ്പോൾ എത്ര Sr2+ ഉണ്ടോ അത്രയും എന്തുണ്ടാവും? വാക്കൻ്റ് സ്പേസും ഉണ്ടാവും. ഓക്കെ, 2 Na+ പോയിട്ട് ഒന്ന് വാക്കൻ്റ് ആണ്, ഒരു ഭാഗത്ത് Sr2+ വരും. നോക്കിക്കോ, അത് ഇറ്റ് ഈസ് ദ ഡിഫക്റ്റ് അറൈസിങ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ. എക്സാമ്പിൾ എന്താണ്? മോൾട്ടൺ NaCl കണ്ടെയ്നിങ് ലിറ്റിൽ എമൗണ്ട് ഓഫ് SrCl ടു ക്രിസ്റ്റലൈസ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. നോക്കൂ, ദെൻ ഈച്ച് Sr2+ റീപ്ലേസസ് 2 Na+ അയോൺ. എന്നിട്ട് ഒരു സ്ഥലത്ത് Sr2+ വരും, ഒരു സ്ഥലത്ത് ഓക്കെ വാക്കൻ്റ് ആയിട്ട് കിടക്കും. നമ്പർ ഓഫ് വാക്കൻ്റ് സ്പേസ് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് Sr2+ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിഫക്ട്സ് ഇൻ സോളിഡ് എന്നുള്ള പാർട്ട് നമ്മൾ തീർന്നു. എന്തൊക്കെയാണ് അപ്പോൾ ഡിഫക്ട്സിൽ നമ്മൾ പറഞ്ഞത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, അടുത്തതാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇതിൽ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന പാർട്ടാണ്. ഷോർട്ട് കീയും ഫ്രങ്കലും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും എക്സാമിന് വരുന്നതാണ്. ഷോർട്ട് കീയും ഫ്രങ്കലും. അതേപോലെ നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് സോഡിയം ക്ലോറൈഡ് സോഡിയത്തിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ള പാർട്ടുകളൊക്കെ സ്ഥിരം എക്സാമിന് വരുന്നതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കെമിസ്ട്രി സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിൽ കാര്യമായിട്ട് നമ്മൾ ഡിഫക്ട്സ് ഇൻ സോളിഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.